കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ അതേപോലെ തിരുവചനം ധ്യാനിപ്പാനും പഠിപ്പാനും കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുകയും വിവിധയിടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കൂട്ടിവരുത്തുകയും ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്ന് തുടർച്ചയായിട്ട് നമുക്ക് പഠിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. വിശേഷിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഒന്നാമത്തെ ലേഖനം 3-ാം അധ്യായം 13 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. 13 മുതൽ 19 വരെയുള്ളതാകുന്ന വേദഭാഗം നമ്മൾ വായിക്കുകയും അല്പമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്തു. ഈ 3-ാമത്തെ അധ്യായം 13 മുതൽ 4-ാം അധ്യായം അവസാന ഭാഗം വരെ പ്രധാനമായിട്ടുള്ള പ്രതിപാദ്യ വിഷയം, പ്രധാന പ്രതിപാദ്യ വിഷയം എന്നുള്ളത് പെർസിക്യൂഷൻ ഫ്രം ദ അൺബിലീവേഴ്സ്, അവിശ്വാസികളിൽ നിന്ന് ദൈവമക്കൾ ഉപദ്രവങ്ങൾ സഹിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആ സന്ദർഭത്തിൽ ദൈവമക്കളുടെ റെസ്പോൺസ് എന്തായിരിക്കും, ആ കാര്യത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം ശ്രമിച്ചാൽ ലജ്ജിക്കരുത് എന്നൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവജനത്തിന് പീഡനങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും, വേദപുസ്തകം എന്നാണ് ആ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ആദ്യമായിട്ട് നമുക്ക് നോ ദാറ്റ് യു ആർ ബ്ലെസ്ഡ്, ഒന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ഭാഗ്യമായി തീരുമെന്നല്ല പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അത് ഭാഗ്യാവസ്ഥയായിട്ടാണ് കരുതുന്നത്. ഉപദ്രവത്തെയും കഷ്ടതയെയും ഭാഗ്യാവസ്ഥയായിട്ടല്ല ഇന്നത്തെ ക്രിസ്തീയ സമൂഹം കണക്കാക്കുന്നത്. എന്നാൽ വേദപുസ്തകം അങ്ങനെ അല്ല പഠിപ്പിക്കുന്നതെന്ന് നമ്മളത് വിശദമായിട്ട് ചിന്തിച്ചു. തിരുനാമ നിമിത്തം കഷ്ടം അനുഭവിപ്പാൻ ബാക്കിയൊന്നും പറഞ്ഞു, യോഗ്യന്മാരായി എന്ന് പറഞ്ഞാൽ ആ ഭാഗ്യാവസ്ഥ ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് അതിനെ അവരെന്ത് ചെയ്യും, ഭാഗ്യാവസ്ഥയായിട്ട്. അതാണ് വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട്. യേശു കർത്താവ് പഠിപ്പിച്ച ഭാഗ്യാവസ്ഥയൊന്നും ലോകം ഭാഗ്യമെന്ന് പറയുന്ന ഭാഗ്യാവസ്ഥയല്ല, ബ്ലെസ്സഡ്നെസ് അല്ല എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം പറയുന്ന ഭാഗ്യാവസ്ഥ ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഭാഗ്യാവസ്ഥയും രണ്ടും രണ്ടാ എന്നുള്ളത് നമ്മൾ അതിനോട് ബന്ധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആ റെസ്പോൺസ് that we are blessed. ക്രിസ്ത്യൻ പെർസിക്യൂഷനിലൂടെ ഒരു വ്യക്തി ഏതെങ്കിലും സമയം, പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദമാക്കിയുണ്ടായി, അത് അടിയിടിയാക്കുന്നത് മാത്രമല്ല, കർത്താവിൻ്റെ നാമം നിമിത്തം അല്ലെങ്കിൽ നീതി നിമിത്തം ഒരു ദുരാദായം ഞാൻ വേണ്ടാന്ന് വെക്കുന്നെങ്കിൽ, അത് നിമിത്തം എനിക്ക് പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ, അത് നിമിത്തം എനിക്ക് പട്ടിണി ഉണ്ടാകുന്നെങ്കിൽ, അത് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. കൈക്കൂലി വേണ്ട എന്ന് ഞാൻ വെക്കുന്നെങ്കിൽ, അത് നിമിത്തം ഓഫീസിൽ പ്രഷർ അനുഭവിക്കുന്നെങ്കിൽ, അത് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. അടിയേൽക്കുന്നില്ലായിരിക്കാം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലായിരിക്കാം, അതെല്ലാം ക്രിസ്ത്യൻ പെർസിക്യൂഷൻ. ആ അവസ്ഥയെയാണ് അതിൻ്റെ ശേഷം പിന്നെ അവരെല്ലാം കൂടെ എന്നെ നിന്ദിച്ചു, കർത്താവ് എന്നെ മാനിച്ചു എന്ന് പിന്നെ പറയുന്ന അതല്ല ഭാഗ്യാവസ്ഥ. ദാറ്റ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ ബ്ലെസ്സഡ് എക്സ്പീരിയൻസ് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്നാമത്തെ റെസ്പോൺസ് ആ ഒരു അവയർനെസ് ദൈവമക്കളുണ്ട്. കർത്താവിൻ്റെ നാമം നിമിത്തം വില കൊടുക്കാൻ നമുക്കിടയായിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ ബ്ലെസ്സഡ് എക്സ്പീരിയൻസ്, അതിൽ തന്നെ ബ്ലെസ്സഡ് എക്സ്പീരിയൻസ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ അങ്ങനെ അടിച്ചിറക്കിപ്പെട്ടു, അന്ന് എനിക്ക് ഒത്തിരി നഷ്ടം വന്നു, എനിക്ക് വീതം തന്നില്ല, ഇന്ന് കർത്താവ് ഈ കറുത്ത പുസ്തകം എടുത്തുകൊണ്ട് ഈ പുസ്തകം ഇപ്പം എന്നെ ഉയർത്തുക എന്നൊക്കെ പറയുന്നതല്ല. ഞാൻ അതിനെ വിമർശിക്കുകയല്ല. എന്തുമായിട്ട് അതെന്തുമായിട്ട് ദൈവമക്കൾ എല്ലാ ദിവസവും
എല്ലായ്പ്പോഴും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും കഴിയണമെന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. അതല്ല, ഞാനതല്ല ഉദ്ദേശിച്ചത്. എൻ്റെ ആ ആശയം നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ പെർസിക്യൂഷൻ അതിൽ തന്നെ ബ്ലെസ്സഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ദിവസവും പഠിപ്പിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ പഠിപ്പിക്കുന്നു, പൗലോസ് അങ്ങനെ പഠിപ്പിക്കുന്നു, യേശു കർത്താവ് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു അവയർനെസ് ഉണ്ടാകുക എന്നുള്ളത് ആദ്യത്തെ റെസ്പോൺസ്. രണ്ട്, ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യണം? ഇത് ബൈബിൾ ക്ലാസ്സാണ്, ഞാൻ ചോദിക്കും. കർത്താവായി വിശുദ്ധീകരിപ്പേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് നമ്മൾ കണ്ടു. യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന, കർത്താവിന്റെ പ്രാർത്ഥനയല്ല, ശിഷ്യന്മാരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടു, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കപ്പെടണം സ്വർഗത്തിലെ ഭൂമിയിൽ. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവറൻസ്, കർത്താവിന്റെ നാമത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ദേഹത്തെ കൊന്നിട്ട് ദേഹിയെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ അല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ ആരെയാ ഭയപ്പെടേണ്ടത്? അതാണ് നമ്മൾ കാണുന്നത്. പെർസിക്യൂഷനുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ കാര്യം പറഞ്ഞത്. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് അതേ ഒരു പശ്ചാത്തലത്തിലാണ് ആ കാര്യം പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 24 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതാ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടെ താഴോട്ട് വരുമ്പോൾ, ദേഹത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണം. പിന്നെ ആരെ ഭയപ്പെടണം? ദൈവത്തെ. ആ ആശയമാണ് ഇവിടെ ഉള്ളത്. കർത്താവിനെ, യേശുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിപ്പീൻ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ കാണുന്നു, അവരുടെ ഭീഷണത്തിങ്കൽ 14-ാം വാക്യം 3-14, അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. അവരെ ഭയപ്പെടരുത്. പിന്നെ ആരെ ഭയപ്പെടണം? കർത്താവിനെ ഭയപ്പെടണം. അപ്പൊ അതിന്മേലുള്ള ഫോക്കസ് മാറ്റിയിട്ട് കർത്താവിനെ ഭയപ്പെടുന്നത് നമ്മുടെ മെയിൻ അജണ്ടയാകും. അതാ പ്രോസിക്യൂഷനിൽ സംഭവിക്കുന്നത്, അല്ലെ സംഭവിക്കേണ്ടത്. ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ആ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യൻ പ്രോസിക്യൂഷനെ അഭിമുഖീകരിച്ചിടത്തൊക്കെയും ഇവിടെ നമ്മൾ കാണുന്ന ആ വലിയ ഫലം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നു, ആ ഓപ്പർച്യൂണിറ്റി, ആ പെർസിക്യൂഷൻ എന്ന ഓപ്പർച്യൂണിറ്റി കർത്താവിനെ സാക്ഷിപ്പാനുള്ള അവസരമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളത്. അത് വാക്കും ഭാഷണവും ഇല്ലാതെ അതെന്തായി തീരും? കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനുള്ള ഒരു മുഖാന്തരമായി തീരുമെന്ന് നമ്മൾ കാണുന്നു. ക്രിസ്ത്യൻ സഭയുടെ ചരിത്രം പ്രത്യേകിച്ച് ഈ ചില ദശകങ്ങൾക്ക് മുൻപ് റൊമേനിയയിൽ, അതായത് ഈസ്റ്റേൺ യൂറോപ്പ്, റഷ്യയിലും റൊമേനിയയിലും ആ ഭാഗങ്ങളിലൊക്കെ നടന്ന ആ പെർസിക്യൂഷനെ കുറിച്ച് എത്രയോ സ്റ്റോറീസ്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ സ്റ്റോറീസ് ഒന്നും പറയാം, സ്റ്റോറീസ് അല്ല, നടന്ന സംഭവങ്ങൾ, എത്രയോ സന്ദർഭങ്ങളിൽ ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ദൈവമക്കളുടെ സന്തോഷവും അവര് അതിനോടുള്ള അവരുടെ പ്രതികരണം കണ്ടിട്ട് അനേകരെന്ത് ചെയ്തു? കർത്താവിനെ അറിയാനിടയായി തീർന്ന എത്രയോ സംഭവങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ തന്നെ ഏകദേശം അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, പൗലോസിനെയും ശീലാസിനെയും അവരെ നമുക്ക് കാണുന്നുണ്ട്. അവരെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കൊണ്ടടിച്ചു, ആമത്തിലിട്ടു. അവർ പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. നമ്മൾ പറയും അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചതും ചങ്ങല കൊട്ടി എല്ലാം ബന്ധിതരെല്ലാം മോചിതരാന്ന് പറയുന്നത്. അവിടെ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അവിടെ എഴുതിയേക്കുന്നത് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ വാക്ക് നമ്മൾ സൗകര്യപൂർവ്വം അങ്ങ് മറക്കും. അങ്ങനെയാന്ന് ഒന്ന് എടുത്തു വായിച്ചു നോക്കി. ഇനി ഞാൻ പറയുന്നത് തെറ്റാണോ? തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ജയിലുകളിലൊക്കെ ഞാൻ പോയിട്ടില്ല, ഇനി പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്.
അവിടെ പ്രൊഫൈനിറ്റിയാണ് കൂടുതൽ. പ്രാക്കും ശാപവാക്കുകളും അതൊക്കെയാണ് ജയിലുകളിലുള്ളത്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജയിലിൽ അങ്ങോട്ട് കയറ്റുമ്പോഴേ അബദ്ധത്തിന് അവൻ ഇടത്തുകാല് വെച്ച കയറുന്നെങ്കിൽ ഉടനെ അടിച്ചു ഒരാളെ നീ ഞാൻ ഇവിടെ മുടിക്കാൻ വന്നതെന്ന് പറഞ്ഞു. വലത്തുകാല് വെച്ചാൽ കയറുന്നെങ്കിൽ പറയും നീ എന്നെ എവിടെ നിന്ന് താമസിക്കാൻ വന്നത് എന്ന് പറഞ്ഞ് അടി കൊടുക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളതാകുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ ജയിലിൽ ഈ പ്രാർത്ഥിച്ച് സന്തോഷസ്വരവും താങ്ക്ഫുൾ ഹാർട്ട് അതൊന്നും ജയിലിൽ കേൾക്കുകയില്ല. പിന്നെന്തുവാ ജയിലിൽ കേൾക്കുന്നത്? ജയിലിൽ പ്രാക്കും ശാപവാക്കുകളും ഒക്കെ കേൾക്കുന്നത്. പക്ഷേ അന്ന് ആ രാത്രിയിൽ എന്തോ സംഭവിച്ചു? പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ച് നല്ല എഴുതിയേക്കും. അപ്പൊ ചോദിക്കും ആരാധന അതൊക്കെ പിന്നീട് വിശദീകരിക്കാം, സമയമില്ല. പ്രാർത്ഥിച്ച് പാടി അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് അവര് പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. ഈ സ്തോത്രം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്തുതിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? താങ്ക് യു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ താങ്ക് യു എന്ന് പറയുന്നത്? ദൈവത്തിന് നന്ദി പറയുകയല്ലേ? അങ്ങനെയാണെന്നുണ്ടെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടേ അതേ യാഡ്സ്റ്റിക്ക് വെച്ചുകൂടെ നടന്നേ. വസ്ത്രം പറിച്ചുരിഞ്ഞ് അവരെ നഗ്നരാക്കി. അതൊരു വലിയ ഹ്യൂമിലിയേഷനാണെന്നറിയാമോ? അടികൊള്ളുന്നതിനേക്കുള്ളപ്പോൾ ഭയങ്കരമാണ്. രഹസ്യമായിട്ട് വസ്ത്രം പറിച്ചുരിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹ്യൂമിലിയേഷൻ. അടികൊള്ളുന്ന അത്രയും ഒരു ഹ്യൂമിലിയേറ്റിംഗ് എക്സ്പീരിയൻസ് അല്ല, അതിനേക്കാളും ഹ്യൂമിലിയേഷൻ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു? അവര് നന്ദി പറയാൻ തുടങ്ങി. പ്രാർത്ഥനായോഗം നടത്തി നന്ദി പറയാൻ തുടങ്ങി. ഒരുപക്ഷെ എന്തിന് നന്ദി പറഞ്ഞു കാണും? മുകളിൽ വായിച്ചതനുസരിച്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുനാമ നിമിത്തം ഞങ്ങളെ യോഗ്യരായിട്ട് എണ്ണിയല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ നന്ദി പറഞ്ഞതാകാം. കർത്താവേ ആകാം, സാധ്യതയുണ്ട്. കാരണം പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. ഇത് കേട്ട് തടവുകാരെന്ത് ചെയ്തു? ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ എന്തിക്കും ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് എന്തിക്കും? ഇത് മാനുഷിക നിലയിൽ പോസിബിൾ അല്ല. മാനുഷികമായ നിലയിൽ പോസിബിൾ അല്ല. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ പോസിബിൾ ആകൂ. കാരണം മനുഷ്യന്റെ ആ മെന്റാലിറ്റി എന്താ? മനുഷ്യന്റെ മെന്റാലിറ്റി ഉപദ്രവം ഏൽക്കുമ്പോൾ അതിനോട് തിരിച്ച് അതേ നിലയിൽ പ്രതികരിക്കാനുള്ള ഒരു നേച്ചറാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രക്ഷിക്കപ്പെട്ടവർക്കും അങ്ങനെ തന്നെ. നമ്മളിൽ നിന്ന് അത് മാറിയിട്ടൊന്നുമില്ല രക്ഷപ്പെട്ടപ്പോൾ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കർത്താവിനോട് അനുരൂപപ്പെടുന്ന നിലയിൽ വരുമ്പോൾ കർത്താവിന്റെ നാമം നിമിത്തം അഡ്ജസ്റ്റ് സഫറിങ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് നന്ദി പറയാൻ കഴിയുന്ന ഒരു മനോഭാവം, അതാണ് വേദപുസ്തകം ക്രിസ്ത്യൻ സഫറിങ്ങിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ ഒരു അവസരമാകുമെന്ന് നമ്മൾ കാണുന്നു. അതാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. അതിനോട് ചേർന്നാണ് നമ്മൾ കാണുന്നത് നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോട് ഭയഭക്തിയും പിന്നെ സൗമ്യതയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. കുറെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനോടുള്ള ബന്ധത്തില് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി തുടർന്ന് ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഉള്ളിൽ പറഞ്ഞതാകുന്ന ഒരു വേദഭാഗത്തോടുള്ള ആ നിലയിൽ തന്നെയാണ് ആ കാര്യം ഡെവലപ്പ് ചെയ്യുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന 19-20 അവിടെ ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സും അല്ല. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ. എന്തുകൊണ്ടാണ്
ഇത് ദൈവഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സഫറിങ് എന്നുള്ളത് ഒരു പക്ഷേ എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ദൈവഹിതമെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. Why Christian suffering is better? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഫറിങ് ബെറ്റർ ആണെന്ന് പറയുന്നത്, ഏറ്റവും നന്നെന്ന് പറയുന്നത്? അങ്ങനെ ഏറ്റവും നന്നെന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു കാര്യം അവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് എന്ന് പറയുന്നതിൻ്റെ കാരണം അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങൾ അനേകരെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിപ്പാനിടയായിത്തീരും. അതാ അതിന്റെ കാരണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിങ്കിൽ നിന്ന് ഒരുവനെ അകറ്റുവാനല്ല അത് ഇടയായിത്തീരേണ്ടത്. അങ്ങനെയുള്ള മനോഭാവത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ദൈവങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ദൈവത്തോടെ നമ്മൾ ഓടിക്കുമെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്താ തോന്നി? അവന് പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല. അവന്റെ റിലീജിയനും ക്രിസ്ത്യൻ മാർഗവും തമ്മിൽ പിന്നെ ഒരു വ്യത്യാസവും ഇല്ല. എന്നാൽ ക്രിസ്തീയ മാർഗം അങ്ങനല്ല. ദുഃഖകരമെന്ന് പറയട്ടെ, ഞാൻ ആരെയും പ്രശംസിക്കുകയല്ല. ഒരു പക്ഷേ ആ നിലയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും. മനസ്സിലാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കാം. ചിലപ്പോൾ വേദികളിൽ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവത്തെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ അടിച്ച് തകർക്കപ്പെടാം എന്നൊക്കെ. അതായത് ഈ മാർക്സിസ്റ്റുകാരൊക്കെ പ്രസംഗിക്കുന്ന അല്ലേ? സത്യത്തിൽ അത് പക്ഷെ ഇപ്പോഴത്തെ മാർക്സിസ്റ്റുകാര് എന്ത് മനോഹരമായിട്ട് വേദപുസ്തകത്തിലെ വാക്യം കൊടുത്തു. MLA ആയിട്ട് മത്സരിച്ച ആള് മാർക്സിസ്റ്റുകാരി വന്നിച്ച് 114 സങ്കീർത്തനം ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതാണ് നല്ല മെസ്സേജ് കൊടുത്തു. ഷോർട്ട് ആൻഡ് സ്വീറ്റ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നുക, അത്രയെങ്കിലും ഒക്കെ പച്ചയായിട്ട് വേദവസ്തം വായിച്ചാൽ അവർക്ക് മനസ്സിലാകുന്നത് പോലും നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ കാര്യം അത് ഏറ്റവും നന്നായി പറയുന്നതിന്റെ കാരണം അവിശ്വാസികളെ കർത്താവിങ്കലേക്ക് അത് ആകർഷിക്കുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൽ 18-ാമത്തെ വാക്യമാണ് അതിന്റെ കാരണം. 18-ാമത്തെ വാക്യം. കാരണം ഈ നമ്മൾ 2-ാം അധ്യായത്തിൽ ഈ അൺജസ്റ്റ് സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞേച്ച് ക്രിസ്തുവും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ക്രിസ്തുവും ഇവിടെയും അതുപോലെ ക്രിസ്തു എന്ന് പറഞ്ഞു തുടങ്ങുക. അപ്പോൾ 2-ാം അധ്യായത്തിലെ അതേ നിലയിലാണ് ഇവിടെയും വിവരിക്കും. ഇവിടെ പറയുകയാണ് അത് അവിടെ അന്യായമായിട്ട് കഷ്ടം സഹിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവും എന്ന് പറഞ്ഞു തുടങ്ങുന്നത് ഇവിടെയും ഈ കാര്യം പറഞ്ഞേച്ച് നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്നെന്ന് പറഞ്ഞേച്ച് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി. അപ്പോൾ പറയുകയാണ്, ഇന്ന് അനേക അവിശ്വാസികൾ എന്ത് ചെയ്യുന്നു? അനേക അവിശ്വാസികൾ ദൈവജനത്തെ പീഡിപ്പിക്കും. നമ്മൾ അനുഭവിക്കുന്നില്ലായിരിക്കും, എന്നാൽ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. വളരെ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളുണ്ട് അനേകയിടത്ത്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന സന്ദർഭങ്ങളിൽ ക്രിസ്തുവും ദൈവത്തോട് നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം
കഷ്ടം അനുഭവിച്ചു. അറിയാണ് അൺജസ്റ്റ് സഫറിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ നന്മ ചെയ്തിട്ട് കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ കർത്താവിനെ ഒന്ന് നോക്കി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പാപം നിമിത്തം കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ദൈവമക്കളായത്. മനസ്സിലാകുന്നുണ്ടോ? ആ ഘടന, വാക്യങ്ങളുടെ ഘടന മനസ്സിലാക്കണം. അതുകൊണ്ട് നന്മയും നിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിച്ചാൽ എന്ത് ചെയ്യും? ഒരുപക്ഷെ അവിശ്വാസികൾ ദൈവത്തിങ്കലേക്ക് വരാൻ കഴിയും. കാരണം ക്രിസ്തു എന്ത് ചെയ്തു? കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ദൈവത്തിങ്കിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി അവിശ്വാസികൾ നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ ഉള്ളിൽ ഓർക്കണം, ഇന്നല്ലെങ്കിൽ നാളെ ഈ സഫറിങ് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. കാരണം കർത്താവ് എനിക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ദൈവമക്കളായത്. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു ബോധ്യത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരണം. ക്രിസ്ത്യൻ റെസ്പോൺസ് എന്ന് പറയുന്നത്, സഫറിങ്ങിനോടുള്ള ആ റെസ്പോൺസ് വളരെ വ്യത്യസ്തമാണ്. നാം മനസ്സിലാക്കുന്നതിലും വളരെ വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കി ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെ ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചെങ്കിൽ പത്രോസിന്റെ റീസണിങ് ഇതാണ്. ഈ മുഖ്യനാകുന്ന പത്രോസിന് എങ്ങനെ അറിയോ ഇത്രയും നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ആ ജ്ഞാനമല്ലേ? പത്രോസ് പറയുകയാണ്, അതായത് അങ്ങനെയെങ്കിൽ നാമും അൺജസ്റ്റായി സഫർ ചെയ്യുമ്പോൾ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കണ്ട, പക്ഷേ നീതി നിമിത്തം കഷ്ടം അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, കർത്താവിന് അത് ഉപയോഗിക്കാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതത്ര നമുക്ക് ഇത്ര മനസ്സിലാകത്തില്ലെങ്കിലും സഫറിങ്സിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ഇത് മനസ്സിലാകും. ഞാൻ പലപ്പോഴും നിങ്ങളോട് ചില പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യാറുണ്ട്. ഞാൻ റെഫർ ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു നോവലായിട്ട് എഴുതിയിരിക്കുന്ന ബുക്കാണ്. പക്ഷെങ്കിൽ റിയൽ ഫാക്ട്സ്, ശരിയാകുന്ന കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് ആ കാര്യത്തെ മനോഹരമായിട്ട് വർണ്ണം ചെയ്തു. ചൈനയിലൊക്കെ ദൈവങ്ങൾ കടന്നു പോകുന്ന ആ പീഡനങ്ങളെ കുറിച്ച് മനോഹരമായിട്ട് ഈസി ആയിട്ട് ഒറ്റ ഇരുപ്പിന് വായിച്ചത് വലിയൊരു പുസ്തകമാണെങ്കിലും അധികം 5-6 മണിക്കൂറുകൂടെ വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകം. സേഫ്ലി ഹോം, ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നവർ, മലയാളത്തിൽ ഇതുവരെ ആ പുസ്തകമില്ല. സേഫ്ലി ഹോം, റാൻഡി ആൽക്കോൺ എന്ന ദൈവത്തിന് സേഫ്ലി ഹോം എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് മേടിച്ചൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ, നാട്ടിലൊക്കെ ഇപ്പോൾ അത് അവൈലബിളാണ്. ചുമ്മാതെ അതിനും ഇതിനുമൊക്കെ പൈസ ചിലവാക്കാതെ നല്ല പുസ്തകങ്ങൾ മേടിച്ച് വായിക്കുക, ഒത്തിരി ഗുണമുണ്ട്. വളരെ മനോഹരം. ഞാൻ പറഞ്ഞതിന് താല്പര്യം അങ്ങനെയുള്ള, കാരണം നമുക്ക് നമ്മുടെ ആ വിഷൻ ഒന്ന് വിപുലീകരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടേതാകുന്ന ലോകത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. നമ്മുടേതാകുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് നേരമില്ല പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ നാമം നിമിത്തം വില കൊടുക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. എന്തിനേറെ 19 നൂറ്റാണ്ടുകൾ ഒന്നിച്ച് ചേർത്താൽ ദൈവമക്കൾ കഷ്ടം അനുഭവിച്ചതിനേക്കാളും കൂടുതൽ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും കൂടെ ചേർത്താൽ ആ 19 നൂറ്റാണ്ടുകളെക്കാളും കൂടുതൽ വലിയ പീഡനങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുകയാണ്. അപ്പോൾ എത്ര റെലവൻ്റ് ആണ്, എത്ര പ്രസക്തമാണ് ദൈവത്തിന്റെ വചനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന അത് കർത്താവിന്റെ ആ സഫറിങ്, കർത്താവിന്റെ സഫറിങ് ഒരു മാതൃകയായിട്ട് ഇവിടെ പറയുക. ഒരു പക്ഷേ ഇതേ അർത്ഥത്തിലാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തില്
താൻ എഴുതിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ, പൗലോസിനോട് പറയുക, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, ശ്രദ്ധിച്ച് അവിടെ ആ വാക്ക് മനസ്സിലാക്കണം, ഞാൻ എന്ത് ചെയ്യുക? സന്തോഷിക്കുക. അവിടെ ഒരു ഈ സൈക്കോളജിയിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയൊന്നും അല്ലത്. അതായത് വേദനയിൽ സന്തോഷിക്കുന്ന ഒരു പ്രത്യേക രോഗമുണ്ട്. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് അങ്ങനെയുള്ളതാണെന്നൊരു കാര്യമല്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇതാ അതിന്റെ അർത്ഥം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ, എന്റെ ഫിസിക്കൽ ബോഡിയിൽ, അവിടുത്തെ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്യുക? പൂരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്റെ കഷ്ടങ്ങളിൽ കൂടെ ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് നിമിത്തം, ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് കൊണ്ട്, അല്ലെ ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ എന്റെ ഞാൻ കഷ്ടം അനുഭവിക്കുന്ന നിമിത്തം ഒരുവൻ ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് വന്നെങ്കിൽ അതിൽ ഞാൻ എന്ത് ചെയ്യും? സന്തോഷിക്കും. അതാണ് വാക്യത്തിന്റെ അർത്ഥം. അല്ലാതെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ഏതാണ്ട് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് പൗലോസ് അത് അനുഭവിച്ചു, അങ്ങനല്ല അതിന്റെ അർത്ഥം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലാക്കണം. അതിൽ പൗലോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്ത്യൻ സഫറിങ്ങിനെ കുറിച്ച് ദിവസം പഠിപ്പിക്കുന്നത്. നമ്മള് ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തത് കൊണ്ട് പല കാര്യങ്ങളിലും ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, കർത്താവിനെ സേവിക്കാൻ വേണ്ടി പ്രോത്സാഹനം ലഭിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ കുടുംബ പശ്ചാത്തലം നോക്കിയാലും എനിക്ക് അതിനു വേണ്ടി നല്ല പ്രോത്സാഹനം തരുന്നവരാണ് എന്റെ വീട്ടിൽ. ആ നിലയിലുള്ള കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഈ കാലഘട്ടത്തിലും വീട് വിട്ടിറങ്ങുന്ന എത്രയോ പേരുണ്ട്, അല്ലേ? സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധങ്ങൾക്ക് കുറവ് വരുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് നമ്മുടെ മധ്യങ്ങൾ, നമ്മുടെ ഇടയിൽ തന്നെ, ഇല്ലേ? ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മാതാപിതാക്കളും ഉപേക്ഷിക്കുന്നവർ. അതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മനസ്സിലാക്കണം, പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ അതിനൊക്കെ എന്തോ ഉണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് പാപികൾക്ക് വേണ്ടി മരിച്ചത്, അതിൽ കൂടെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ അതിലേക്ക് അവരെന്ത് ചെയ്യും? ഒരിക്കൽ ആകർഷിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അതാണ് അങ്ങനെയുള്ളതാകുന്ന ഒരു മനോഭാവത്തെ കുറിച്ചാണ് ക്രിസ്ത്യൻ പെർസിക്യൂഷനോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തു പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ക്രിസ്തുവിന്റെ കഷ്ടം എന്നുള്ളത് അവിടുന്ന് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ ആ ജഡവും ആത്മാവും എന്നുള്ളത് സത്യത്തിൽ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ റിലം എന്നുള്ളതാകുന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മരിച്ചത് അവിടുത്തെ ശരീരത്തിലാണ്, എന്നാൽ ആത്മാവിൽ അവിടുന്ന് ജീവിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിന് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആത്മാവിൽ, ആത്മീകം എന്ന് പറയുന്നത്, ആത്മീകം അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എന്ന് പറയുന്നത്, സ്പിരിച്വൽ എന്നുള്ളത് that which is under the realm of the spirit, ആത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ വരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരമില്ലാത്തവനെന്നല്ല അർത്ഥം. പിന്നെന്താ അതിന്റെ അർത്ഥം? ആത്മാവിനാൽ നയിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ ആത്മാവിന് അവന്റെ മേലെന്തുണ്ട്? കൺട്രോൾ ഉള്ളവനെന്നാണ് അതിന്റെ അർത്ഥം. ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തപ്പോൾ ക്രിസ്തു ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ തലത്തിൽ ജീവിപ്പിക്കപ്പെട്ടു,
നിലനിൽക്കുന്ന നിത്യമാകുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെയുള്ളതാകുന്ന അവസ്ഥയിൽ കർത്താവ് ശരീരത്തിൽ സമർപ്പിച്ച് സ്വമനസ്സാൽ കഷ്ടം അനുഭവിപ്പാനായിട്ട് ഏൽപ്പിച്ച് ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു എങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ അതിശയിക്കരുത് എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് ഈ ക്രിസ്ത്യൻ റെസ്പോൺസ് ടു സഫറിംഗ് എന്ന വിഷയത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞേച്ച് യേശു കർത്താവിനെ ഒരു മാതൃകയാക്കുകയാണ്. ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിനെ ഇലിസ്ട്രേറ്റ് ചെയ്യുക. ക്രിസ്തുവിനെ ഇലിസ്ട്രേറ്റ് ചെയ്തേച്ച് രണ്ടാമതായിട്ട് നോഹ എന്ന മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിലെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുന്നെങ്കിൽ പ്രയാസമുള്ള വേദഭാഗങ്ങൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പറഞ്ഞാൽ എല്ലാ വേദഭാഗവും വളരെ ക്ലിയർ ആണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ചിലത് അല്പം അധ്വാനം ആവശ്യമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ തന്നെ വേദപുസ്തകത്തിൽ ഒരു പക്ഷേ ഒറ്റ വായനയ്ക്ക് ആശയക്കുഴപ്പമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും വേദപുസ്തകം വളരെ പ്രാർത്ഥനയോടും വിനയത്തോടും അതിൻ്റെ ക്രമീകൃതമാകുന്ന നിലയിൽ ആ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കാനും പഠിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ നമ്മൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ആ വാക്യങ്ങളുടെ ഘടന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവരോട് കയറാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ കണ്ടു ആ ക്രിസ്ത്യൻ റെസ്പോൺസ് ടു സഫറിംഗ് എന്നുള്ളതാ പ്രധാന വിഷയം. അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കണ്ടു. രണ്ട്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനെ ഭയപ്പെടുമെന്ന് കണ്ടു. മൂന്ന്, ആ അവസരം ആ സാക്ഷ്യം പറയുവാനുള്ള വിറ്റ്നസ് ചെയ്യുവാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക എന്ന് നമ്മൾ കണ്ടു. ഇത്രയും പറഞ്ഞേച്ച് അതിനെ ഉദാഹരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേച്ച് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഒന്നാമത്തെ ഉദാഹരണം ആരാ? ക്രിസ്തു. കോണ്ടെക്സ്റ്റ് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ ഉദാഹരണം ക്രിസ്തു. അൺജസ്റ്റ് സഫറിങ്ങിന് ഒന്നാമത്തെ ഉദാഹരണം ക്രിസ്തു. അത് നമ്മൾ കണ്ടു. ഭീഷണത്തിങ്കിൽ തിരിച്ചൊന്നും പറയാതെയും ന്യായമായി വിധിക്കുന്നവൻകൾ കാര്യമെന്ത് ചെയ്തു? ഫലമേൽപ്പിച്ചു എന്ന് നമ്മൾ രണ്ടാം അധ്യായത്തിൽ കണ്ടു. അപ്പൊ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു. രണ്ട്, ക്രിസ്തുവിനെ മാത്രമല്ല ഇന്ന് അല്ലെങ്കിൽ ഈ ദൈവമക്കള് കടന്നു പോകുന്ന അതേ സിമിലർ പശ്ചാത്തലത്തിലുള്ള ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫിഗറിനെ അപ്പോസ്തലനായ പത്രോസ് കൊണ്ടുവരികയാണ്. അതായത് ആർക്കെഴുതിയോ, ഞാൻ ഈ കോണ്ടെക്സ്റ്റ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ആ വേദഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ആ കറക്റ്റ് കോണ്ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പല കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോണ്ടെക്സ്റ്റ് പറയുന്നത്. യേശു കർത്താവിനെ കുറിച്ച് മാതൃകയായിട്ട് പറഞ്ഞു. രണ്ടാമതായിട്ട് പറയുകയാണ്, യേശു കർത്താവ് അനേകരെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് വേണ്ടി അവിടുന്ന് മരണം അനുഭവിച്ചു, ആത്മാവിൽ ജീവിക്കപ്പെട്ടു എന്നല്ലേ പറഞ്ഞു പറയുകയാണ്. അടുത്ത വാക്യത്തിൽ 10-ാം വാക്യത്തിൽ ആത്മാവിൽ ജീവിപ്പിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. ആരെ? യേശു കർത്താവ്. യേശു കർത്താവ് ആത്മാവിൽ ചെന്നു. ചെന്നിട്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ വാക്യം അങ്ങനെ തന്നെ എടുത്താൽ, അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അങ്ങ് അടത്തി മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സംശയങ്ങളാണ്. ഞാൻ അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ആ കോണ്ടെക്സ്റ്റിൽ എന്താ അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുകയും കോണ്ടെക്സ്റ്റിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ. ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യപ്പെട്ട കാര്യം. ആ കോണ്ടെക്സ്റ്റിൽ വെച്ച് ക്രിസ്ത്യൻ സഫറിങ്ങിനോടുള്ള ബന്ധത്തിലാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ
യേശു കർത്താവിനെ കുറിച്ച് പറയുക ആത്മാവിൽ അവിടുന്ന് ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടുപോയി അവരോട് പ്രസംഗിച്ചു. ഇവിടെ സത്യത്തിൽ എന്തൊക്കെയാണ് ഇവിടുത്തെ ആ വേദഭാഗത്തുള്ള ടെൻഷൻസ്? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തടവിലുള്ള ആത്മാക്കൾ ആരാണ്? വലിയ ക്വസ്റ്റ്യൻ. അവര് മരിച്ചുപോയ അവിശ്വാസികളാണ്, അല്ലെങ്കിൽ പഴയ നിയമ വിശ്വാസികളാണ് മരിച്ചുപോയത്. അതും അല്ലെങ്കിൽ അവർ വീണുപോയ ദൂതന്മാരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ആരാണ്? രണ്ടാമത്തെ വിഷയം, എന്താ ക്രിസ്തു പ്രസംഗിച്ചത്? അതും വലിയൊരു തർക്ക വിഷയം. ഇത് ബൈബിൾ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ചില്ല, എന്താ ക്രിസ്തു പ്രസംഗിച്ചത്? അനുസരിക്കാതിരുന്നവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് മാനസാന്തരപ്പെടാൻ വേണ്ടി. കാത്തലിക് ചർച്ച് എന്ന് പഠിപ്പിക്കുന്നു. പർഗട്ടറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട്, അതായത് ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് പിന്നീട് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാത്തലിക് തിയോളജീസ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു എന്ന് അനുസരിക്കാത്ത ആത്മാക്കളോട് പ്രസംഗിച്ചു. ഒരു സെക്കൻഡ് ചാൻസ്. പിന്നെ അല്ലെങ്കിൽ ഈ അനുസരിക്കാത്തവരുടെ മേലുള്ള ഒരു ഫൈനൽ പ്രൊക്ലമേഷനാണ്. അതാണ് ക്രിസ്തു പ്രസംഗിച്ചത്. മൂന്നാമതായിട്ട് എപ്പോഴാണ് പ്രസംഗിച്ചത്? അതിനെക്കുറിച്ച് ഒത്തിരി തർക്കങ്ങളും വാദങ്ങളും ഉണ്ട്. നോഹയുടെ കാലത്ത് ആണോ പ്രസംഗിച്ചത്? അതോ യേശു കർത്താവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കാണോ? അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേർ. അതോ പുനരുത്ഥാനത്തിന്റെ ശേഷമാണ്? അങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ചിന്തകളുണ്ട്. ഉദാഹരണത്തിന്, ക്രിസ്തു മരിച്ചിട്ട് നരകത്തിൽ ചെന്നവരോട് അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരു പ്രസംഗം നടത്തി എന്ന് ചിന്തിക്കുന്നത്, ഈ വേദഭാഗത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, നരകത്തിൽ കിടക്കുന്ന ആത്മാക്കളോട്, അല്ലെങ്കിൽ ആ യാതനാ സ്ഥലത്ത്, അല്ലെങ്കിൽ ആ പ്രിസണിൽ കിടക്കുന്നവരോട് ക്രിസ്തു കാൽവറി ക്രൂസിൽ നടത്തിയ രക്ഷണ്യ വേലയുടെ കംപ്ലീഷൻ, അത് നിങ്ങളുടെ മേൽ, എല്ലാവരുടെയും മേൽ എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാർ ഉൾപ്പെടെ ഫൈനൽ അത് പ്രൊക്ലെയിം ചെയ്തു, അത് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി എന്നൊക്കെ പറയുന്നത്. വീണുപോയ ദൂതന്മാരോട് ചെന്ന് പ്രസംഗിച്ചു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട്, ഞാനിത് കുറച്ച് കാര്യമേ പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി വ്യാഖ്യാനങ്ങളും ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു പക്ഷേ ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാകും. അല്പസമയത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ അതൊന്ന് ചിന്തിക്കും. അതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിച്ചു. ഇത് ക്രിസ്ത്യൻ പെർസിക്യൂഷന്റെ പശ്ചാത്തലമായി പറയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞ ചോടനെ പറയുക, ആ കർത്താവ് നോഹയിൽ കൂടെ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. എങ്ങനെ പ്രസംഗിച്ചു? ആത്മാവിൽ പ്രസംഗിച്ചു. ആ ആശയം പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതായത് 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 11-ാം വാക്യം ശ്രദ്ധിച്ചാൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുകയാണ്. ഈ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചത്, അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ പഴയ നിയമകാലത്ത് പ്രസംഗിച്ച പ്രവാചകന്മാരിൽ, അല്ലെങ്കിൽ ആ പ്രവാചകന്മാരിൽ ഈ രക്ഷയെ ആരാഞ്ഞ പ്രവാചകന്മാരിൽ ആരുടെ ആത്മാവ് ഉണ്ടായിരുന്നു? ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. മനസ്സിലാക്കണേ. അപ്പോൾ അതേ ആശയം പത്രോസ് ഒരിക്കൽ തന്നു കഴിഞ്ഞു. എന്നിട്ടാണ് ഇവിടെ ക്രിസ്ത്യൻ പെർസിക്യൂഷനും, എന്റെ ആശയം മനസ്സിലാവുന്നുണ്ടല്ലോ, ക്രിസ്ത്യൻ പെർസിക്യൂഷനും എന്നുള്ള ബന്ധത്തിൽ പറയുകയാണ്,
ക്രിസ്തു ആത്മാവിൽ എന്ത് ചെയ്തു? നോഹയുടെ കാലത്ത് 4 കാര്യം അവിടെ കാണുന്നുണ്ട്. ഒന്ന്, അവരെ അനുസരിക്കാത്തവരാ. They disobeyed. എന്നാ അവരനുസരിക്കാതെ? അതുകൊണ്ട് വ്യക്തമാണ്. പണ്ട് നോഹയുടെ കാലത്ത്. അപ്പൊ അനുസരണക്കേട് എന്നാ കാണിച്ചത്? നോഹയുടെ കാലത്ത്. എപ്പോഴാണ് അനുസരണക്കേട് കാണിച്ചത്? പെട്ടകം ഒരുക്കുന്ന സമയത്ത്. ഇനിയും ആ സമയത്തെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? ദൈവം ക്ഷമയോടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ദീർഘക്ഷമയോടെ. അതാ കറക്റ്റ് വേർഡ്. പുതിയ ട്രാൻസ്ലേഷൻ അവിടെ കറക്റ്റ് വേർഡ് അതാണ്, ദീർഘക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദഭാഗം ഞാൻ മനസ്സിലാക്കിയത്, നോഹയിൽ കൂടെ ഒരുപക്ഷെ സംശയങ്ങളുണ്ടാകും. സംശയങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയത് വിശദീകരിക്കുന്ന കാര്യം നെക്സ്റ്റ് വീക്ക് ഞാൻ അത് വിശദീകരിക്കാം. സംശയങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് പറയാം. നോഹയുടെ കാലത്ത് ക്രിസ്തു പ്രസംഗിച്ചു. ആരിൽ കൂടെ പ്രസംഗിച്ചു? നോഹയിൽ കൂടെ പ്രസംഗിച്ചു. കാരണം മുകളിൽ ഓൾറെഡി പത്രോസ് പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്തുവിലുള്ള അവരുടെ ആത്മാവ്, പ്രവാചകന്മാരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്ത് ക്രിസ്തു പ്രസംഗിച്ചു. എങ്ങനെ പ്രസംഗിച്ചു? ആത്മാവിനാൽ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? മാനസാന്തരം പ്രസംഗിച്ചെന്നാണ് പത്രോസ് പറയുന്നത്. കാരണം 2ാമത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് നീതി പ്രസംഗിയായ നോഹ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് പെട്ടകം ഒരുക്കുന്ന സമയത്ത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കണേ. ആ ക്രിസ്ത്യൻ സഫറിംഗ് ആണ് വിഷയം. നോഹയെ നിശ്ചയമായിട്ടും അതിനെക്കുറിച്ച് എക്സ്ട്രാ ബിബ്ലിക്കൽ ലിറ്ററേച്ചറിലുണ്ട്. യഹൂദന്മാരുടെ ഇടയിലുള്ള പാരമ്പര്യത്തിലൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വേദപുസ്തകത്തിലില്ല. അവരുടെ പാരമ്പര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നോഹയുടെ കാലത്ത് നോഹ ഈ പെട്ടകം പടുത്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടുകാരവനെ പരിഹസിച്ചതും അവനെ ഉപദ്രവിച്ചതും അങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അത് എന്തോ ആകട്ടെ, അത് ചരിത്രമാകട്ടെ, അത് സംഭവിച്ചതാകട്ടെ സംഭവിക്കാത്തതാകട്ടെ, ഒരു പക്ഷേ അതിനകത്ത് ചെറിയ അതിശയോക്തികൾ കാണുമായിരിക്കുമെങ്കിലും ഇങ്ങനെ വാമൊഴിയായി പറഞ്ഞു കിട്ടിയ കാര്യങ്ങളാണത്. അതിനകത്തൊക്കെ സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ഈ വേദഭാഗമൊക്കെ നമ്മൾ ചേർത്ത് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കും. നോഹയെ ഒരു ഇലസ്ട്രേഷൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കുക ആർക്ക്? കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് കാണിക്കുന്ന ഒരു സംഭവമാണ്. അതായത് പറഞ്ഞ കോണ്ടെക്സ്റ്റ് മറക്കല്ലെന്ന് പറയുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ പറയുകയാണ്, ആ കാലത്ത് നീതി പ്രസംഗിയാകുന്ന നോഹ പ്രസംഗിച്ചു. പക്ഷെങ്കിൽ അവന് കിട്ടിയതെന്താ? ഉപദ്രവവും കളിയാക്കലും ഒക്കെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ആത്മാവ് നോഹയിൽ കൂടെ പ്രസംഗിച്ചു. പക്ഷെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണിയുകയാണ്. അത് തന്നെ ഒരു സാക്ഷ്യമാണ്. എല്ലാവരും പരിഹസിച്ച് കാണും, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാരും വിറ്റും തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോകും. അതാണ് മത്തായി സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും കാണുന്നത്. അങ്ങനെയുള്ളൊരു കാലം യേശു കർത്താവ് അതേ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതിനെ കുറിച്ച്? കർത്താവിന്റെ വരവിനെ കുറിച്ച്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ അസാധാരണ കാര്യങ്ങളിലേക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അസാധാരണ കാര്യങ്ങളെ കുറിച്ച് അല്ല യേശു കർത്താവ് പറഞ്ഞത്. ആകാശത്തിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാനല്ല സത്യത്തിൽ കർത്താവ് പറഞ്ഞത്. അതിനെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാകും, അതല്ല വിഷയം. യേശു കർത്താവ് പറഞ്ഞ എന്താ? വിവാഹത്തിന് കൊടുത്തു, വിവാഹം കഴിച്ചു, തിന്നും കുടിച്ചു എന്ന് പറഞ്ഞാൽ യൂഷ്വൽ ആക്ടിവിറ്റീസിൽ മനുഷ്യർ എന്ത് ചെയ്തു? വേദപുസ്തകം വേണമെങ്കിൽ വായിച്ചു. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37.
തൊട്ടുള്ള വാക്യങ്ങൾ. അതുപോലെ ലൂക്കോസ് 17:26-27, മത്തായി 24:37-39 വായിച്ചു. നോഹയുടെ കാലം പോലെ തന്നെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യം പാപം? ഞാൻ പല ആവർത്തി ചോദിച്ചു. ഇതൊന്നും പാപമല്ല. തിന്നുന്നതും പാപമല്ല, കുടിക്കുന്നതും പാപമല്ല, വിവാഹം കഴിക്കുന്നതും പാപമല്ല, വിവാഹത്തിന് കൊടുക്കുന്നതും പാപമല്ല. പിന്നെന്തിനാ ഈ കാര്യം എടുത്തു പറഞ്ഞു? അതിന് മോളി പറഞ്ഞിരുന്നത് നോഹയുടെ കാലം പോലെ ആകുമെന്നാ പറഞ്ഞിരുന്നത്. നോഹയുടെ കാലത്തിന്റെ സവിശേഷത എന്താ? ഇന്നത്തെ കാലം പോലെയാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം യൂഷ്വലായിട്ട് ഡേ ടു ഡേ അഫയേഴ്സിൽ അവർ മുഴുകിയിരിക്കുക. അതൊന്നും പാപമല്ല. പക്ഷെങ്കിൽ പാപം അല്ലാത്ത കാര്യങ്ങൾ തന്നെ വലിയ തടങ്കൽ പാറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നല്ലതാ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ, അത് ചെയ്യാതിരിക്കരുത്. പക്ഷേ അത് കർത്താവിനെ അനുഗമിക്കുന്നതിന് അത് തടസ്സമാണെങ്കിൽ അത് പാപം. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവം പറഞ്ഞു. പത്രവായന പാപമൊന്നുമല്ല. പത്രം വായിക്കുന്നത് പാപമൊന്നുമാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പത്രവായന പാപമായത് ഞാൻ അന്ന് നിർത്തി. രാവിലെ പത്രം വായിക്കും. നിങ്ങൾ എന്തിക്കണം? എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഏർലി മോർണിംഗ് എണീറ്റ് വരുമ്പോൾ തന്നെ പേപ്പർ വാതിൽ കിടക്കും. അതെടുത്തോണ്ട് വന്ന് വായിക്കാൻ ഒത്തിരി സമയം, നല്ല സമയം, രാവിലത്തെ സമയം ചെലവഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് ദിവസം വായിക്കും. ദിവസം വായിക്കാതിരുന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കും. ഇത് കുറച്ചാളായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനത് ശരിയല്ല എന്ന് മനസ്സിലായി. ഞാൻ ആദ്യം ചെയ്തത് സബ്സ്ക്രിപ്ഷൻ നിർത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണെന്ന് എനിക്ക് മനസ്സിലായി. പത്രവായന അതിൽ തന്നെ പാപമല്ല. നിങ്ങളിൽ പലർക്കും അത് പാപമല്ലായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയ തടസ്സമായിരുന്നു. ഞാൻ പറഞ്ഞത്, അതായത് നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഒരു കാര്യം, ഡെയിലി ആക്ടിവിറ്റീസ്, അതിനകത്ത് നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ, അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നോഹയിൽ ക്രിസ്തു ചെന്നു പ്രസംഗിച്ചു. പെട്ടകം പണിതുകൊണ്ടിരിക്കുക. പണിയുന്ന കാലം അത്രയും എന്താ? ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുക. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഓഫർ അവരെന്ത് ചെയ്തില്ല? ഏറ്റെടുത്തില്ല. അവര് നശിച്ചുപോയി. അവർ ഇന്നിപ്പോ എവിടാ? തടവിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇനിയും എനിക്ക് തോന്നുന്നു പുതിയ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു തരുന്നത്. ആ ട്രാൻസ്ലേഷൻ വളരെ കൃത്യമാണ്. ആത്മാവിൽ ക്രിസ്തു ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്നിട്ട് പറയും, അവരാകട്ടെ, അവരാരാ? വായിച്ചു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം നിർമ്മിക്കപ്പെടുകയും പെട്ടകം നിർമ്മിക്കപ്പെടുകയും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ ഏകദേശം മനസ്സിലായി. ക്രിസ്തു ആത്മാവിൽ നോഹയുടെ കാലത്ത് നോഹയിൽ കൂടെ എന്ത് ചെയ്തു? നീതി പ്രസംഗിച്ചു. നീതി പ്രസംഗിയാകുന്ന
നോഹ, നീതി പ്രസംഗിയാകുന്ന നോഹ. പക്ഷെങ്കിൽ അവരെന്ത് ചെയ്തു? അത് ഡിസൊബേ ചെയ്തു. പക്ഷെ ഡിസൊബേ ചെയ്തതും കണ്ട് പ്രളയം വരാതിരുന്നു? ഇരുന്നില്ല. അപ്പൊ ഈ പെർസിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്നവരോട് പറയുകയാണ്, ഇന്ന് നിങ്ങളിങ്ങനെ കടന്നു പോകാം, പക്ഷെ ഒന്ന് നോക്കിക്കേ, അതുകൊണ്ട് നോക്കിക്കേ, നോഹയുടെ കാലം ഇതുപോലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട, ബി എൻകറേജ്ഡ്. കർത്താവ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ നോഹയുടെ കാലത്ത് അല്പജനം 8 പേര് എങ്ങനെ രക്ഷപ്പെട്ടോ അതുപോലെ നിങ്ങളും രക്ഷപ്പെടുന്ന ഒരു കാലമുണ്ട്. നിങ്ങൾ ഒരു മൈനോറിറ്റി ആകാം, പക്ഷെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതും നിങ്ങൾ വില കൊടുക്കുന്നതും സത്യമാ. ഇത് സത്യമാണെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്, ഇനി തെളിയിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആശയം പിടികിട്ടിയോ? ആ ക്രിസ്ത്യൻ സഫറിങ്ങിന്റെ കോണ്ടെക്സ്റ്റിൽ വെച്ച് അത് പഠിച്ചാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് എന്റെ ചിന്ത. അപ്പോഴങ്ങനെയെങ്കിൽ ഇത് മനസ്സിലാകാൻ വേണ്ടി, അപ്പൊ ഇന്ന് ഞാൻ ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി, അതായത് ഇന്ന് തടവിലുള്ള ആത്മാക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് അവര് തടവിലായിരിക്കുന്നതെന്നർത്ഥം. അല്ലാതെ ഇന്ന് തടവിലായിരിക്കുന്നവരോട് പോയി പ്രസംഗിച്ചെന്നല്ല, അത് തടവിൽ കിടക്കുമ്പോ പോയി പ്രസംഗിച്ചെന്നല്ല അർത്ഥം. ഇന്ന് അവരെന്താ തടവിൽ കിടക്കുക. പക്ഷെ അവരോട് പ്രസംഗിച്ചത് എപ്പോഴാ? നോഹയുടെ കാലത്താണ് പ്രസംഗിച്ചത്. അനുസരിക്കാതെ ഏത് സമയത്താ? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നോണ്ടിരുന്ന സമയത്താണ് അവരോട് എന്ത് ചെയ്തത്? മനസ്സിലാകുന്നുണ്ടോ ആശയം? ദൈവം ദീർഘക്ഷമയോടെ നോഹയുടെ കാലത്ത് കാത്തിരുന്ന സമയത്ത് നോഹയിൽ കൂടെ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രസംഗിച്ചു. അത് അനുസരിക്കാതിരുന്നത് കൊണ്ട് ഇന്ന് അവരെന്തായി? തടവിലാ. ഉദാഹരണത്തിന് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ മോഡി was born in 1950. ഞാൻ ഗൂഗിളിൽ നോക്കി ഇവിടെ ജനിച്ചു നോക്കി. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1950 ജനിച്ചത് എന്ന് നമ്മൾ പറയും. ഭാഷയിലെ ഒരു കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക. ഞാനിപ്പോ പറയുന്നത് എന്താ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1950 ജനിച്ചു. അതൊന്ന് ചിന്തിച്ച്. ഇന്നാണ് അദ്ദേഹം ആര്? പ്രധാനമന്ത്രി. ജനിച്ച പ്രധാനമന്ത്രി അല്ല, എന്തായാലും പിടിയിട്ടു. അതുപോലെ ഇന്നാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്? തടവിൽ കിടക്കുന്നത്. തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അവര് തടവിൽ കിടന്നപ്പോ പോയി പ്രസംഗിച്ചെന്നല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി മോദി 1950 പ്രധാനമന്ത്രിയായിരുന്നല്ല അർത്ഥം. ഇന്ന് ഞാൻ പറയുകയാണ്, ഇന്ന് ഫ്രം ദിസ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി ഐ ലുക്ക് ബാക്ക്വേർഡ് ആൻഡ് സേ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വാസ് ബോൺ ഇൻ 1950 എന്ന് ഞാൻ പറയുന്നു. അതുപോലെ പത്രോസ് പറയുകയാണ്, ഫ്രം ദാറ്റ് പോയിന്റ് ഓഫ് ഹിസ്റ്ററി ലുക്കിംഗ് ബാക്ക്വേർഡ്സ്, പുറകോട്ട് നോക്കിയിട്ട് പറയുകയാണ്, നോഹയുടെ കാലത്ത് പണ്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നപ്പോൾ തടവിലുള്ള ആത്മാക്കളോട് ക്രിസ്തു എന്ത് ചെയ്തു? നോഹയിൽ കൂടെ പ്രസംഗിച്ചു. ഇത്രയും വ്യക്തമായോ? മറ്റേ ആ എക്സ്പ്ലനേഷൻസിലേക്കൊന്നും ഞാൻ പോയില്ല. ഞാൻ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണെന്ന് അറിയാമോ? അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. നോഹയുടെ കാലത്ത് നമ്മൾ കാണുന്നു അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. അവര് ഒരു മൈനോറിറ്റി ആയിരുന്നു. They were surrounded by a majority of unbelievers. ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ട് 8 പേരുണ്ടായിരുന്നു വിശ്വാസികളായിട്ട്. അതിന്റെ ചുറ്റുപാട് മുഴുവൻ പേരും ആരായിരുന്നു? അവിശ്വാസികളായിരുന്നു. അതുപോലെയാണ് പത്രോസിന്റെ കാലത്ത് ആർക്ക് ലേഖനം എഴുതിയോ അവർ ചിതറപ്പെട്ട് കിടക്കുന്ന ഗോത്രമാണ്. ചിതറപ്പെട്ട് ഇവിടെയൊക്കെ 1-2 പേരെ ഉള്ളൂ, ഒരു ചെറിയ മൈനോറിറ്റിയേ ഉള്ളൂ. അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. 2,
പറഞ്ഞിരിക്കുന്നത് നീതി പ്രസംഗിയാകുന്ന നോഹയാണ്. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ കാലത്തുള്ള ദൈവമക്കളോട് പറയുക, അതുപോലെ നിങ്ങളും ആരായിരിക്കണം? നീതിയോടെ നിങ്ങളുടെ ചുറ്റുമുള്ള ദുഷ്ടരാകുന്ന മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയോടെ ജീവിക്കണം. ആ ആശയം കൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നിശ്ചയമായിട്ടും നോഹ ഭയങ്കര ധൈര്യത്തോടെ പരിഹാസത്തിന്റെയും കളിയാക്കലിന്റെയും നടുവിൽ കർത്താവ് പറഞ്ഞത് കേട്ട് ചെയ്തു. അതുപോലെ ഇന്നും ലോകം നമ്മളെ ഭോഷനെന്ന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ കാലത്തും ലോകം ഭോഷന്മാരെന്നാ വിളിക്കും. ഭോഷന്മാരെന്നാ വിളിക്കും. ഈ 1972 1972 വാച്ച്മാൻ നീ എന്ന് പറയുന്ന ദൈവത്തെ 72 ഭയങ്കര 20-ാമത്തെ വയസ്സിൽ ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ നല്ല ഡിഗ്രി ഉണ്ടായിരുന്നു. ആ നിലയിൽ അനുഗ്രഹീതമാകുന്ന നിലയിൽ ഒരു പക്ഷേ നല്ല ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. കർത്താവിന് വേണ്ടി അദ്ദേഹം 20ഓളം വർഷങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് അവസാനം 72 മരിച്ചുപോയാണ് അദ്ദേഹം. 20ഓളം വർഷങ്ങൾ ജയിലിൽ കഴിയുന്നു. ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി അതിന്റെ എക്സ്ട്രാക്ട്സ് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ എൻ്റെ വില്ലേജിൽ ആയിരുന്നപ്പോൾ നല്ല ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസമുള്ള നല്ല പ്രാപ്തനാകുന്ന മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെയൊരു നിലയിൽ പോയല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് അദ്ദേഹത്തെ പരിഹസിക്കുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം അങ്ങനെ ഒരു സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷനാണ് നോഹയുടെ കാലത്ത്. നോഹയുടെ കാലത്ത് ആ അല്പജനം എന്ന് വെച്ചാൽ 8 പേരിൽ അല്ല, നോഹയിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിച്ചെങ്കിൽ ഈ നിയമകാലത്ത് ആത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കാൻ തന്നിരിക്കുമ്പോൾ എത്ര അധികമായിട്ട് ദൈവമക്കളിൽ വ്യാപരിക്കും. അതുകൊണ്ടല്ലേ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴേ മുൻകൂട്ടി എന്നെ പറയുമെന്നൊന്നും പേടിക്കണ്ട. എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? പറയേണ്ടത് അങ്ങനെ തന്നെ. അവിടെ പറയുന്ന കാര്യം പ്രസംഗം തയ്യാറാക്കാതെ പോകുന്നതിനെ കുറിച്ചല്ല, പീഡനത്തിന്റെ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ചിലരാ വാക്കുകളുണ്ടെങ്കിൽ അങ്ങനെ പറയാം, എനിക്ക് നിൽക്കുമ്പോൾ അങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, അവിടെ ആ പ്രോസിക്യൂഷനോടുള്ള ബന്ധത്തില്ല. അങ്ങനെ പരിശുദ്ധാത്മാവ് അവർക്ക് നിങ്ങളുടെ എതിരാളികൾക്ക് ഇല്ലാത്ത ബുദ്ധിയും ജ്ഞാനവും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉത്തരം പറയണം. അതാ പത്രോസിന്റെ കാര്യം നമ്മളാണ്. ഒടുവിൽ അവർ പറയുന്നത് എന്താ? ഇവരാണ് പഠിപ്പില്ലാത്തവരാ പറയുന്നത്. ഇവർക്ക് എങ്ങനെയാ ഇത് കിട്ടിയത്? ഒറ്റ ആൻസറേ അവർക്കുള്ളൂ. ഇവർ നസറേനാകുന്ന യേശുവിന്റെ ഒപ്പമാണ്. അതാ അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നോഹയുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ദൈവമക്കളോട് ഇത് തന്നെയാണ് പറയുന്നത്. ഇനിയും നോഹയുടെ കാലത്ത് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ ഈ കാലത്തും ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ദീർഘക്ഷമയോടെ കാത്തിരുന്ന ശേഷമാണ് ദൈവം ന്യായവിധി കൊണ്ടുവന്നെങ്കിൽ ഈ കാലത്തും ദീർഘക്ഷമയോടെ കാത്തിരുന്നേച്ചേ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ന് കേൾക്കുന്ന പോലെ ഉടനെ അവിടെ അടിച്ചെന്ന്, ഉടനെ ഇവിടെ അടിച്ചെന്ന്, ദീർഘക്ഷമയോടെ കാത്തിരിക്കും. റിപ്പന്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ദൈവം അവസാനം ദൈവം ചെയ്യും. നോഹയുടെ കാലം പോലെ സംഭവിക്കും. അതിന് സംശയമില്ല. അത് തന്നെ സംഭവിക്കും. അതുപോലെ നോഹ അല്പജനത്തിന്റെ ഒപ്പം രക്ഷപ്പെട്ടതുപോലെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനവും ഫൈനലി അവരെന്ത് ചെയ്യും അറിയാം? They will be safely home. എന്തുകൊണ്ടാണ്? ആ പെട്ടകത്തിലൂടെ കടന്നതുപോലെ. പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. അവസാനത്തെ കാര്യങ്ങൾ എഴുതും. എന്നെ 1-ാം പതിഭാഗത്തിൽ ആരും എനിക്ക് തുണന്നില്ല. എനിക്ക് പറയുക, കർത്താവിനെ രക്ഷിച്ചെന്ന് മാത്രമല്ല, ദിവസത്തിന്റെ ലേഖനം 2-ാമത്തെ
ലേഖനം അതിന്റെ 4-ാം അധ്യായം. കർത്താവ് എനിക്ക് തുറന്നു 17-18 എനിക്ക് തുറന്നു പ്രസംഗം എന്നെ കൊണ്ട് നിർത്തിപ്പാനും സകല ജാതികളും കേൾക്കാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. എന്നിട്ട് പറയാം, കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്നും വിടുവിച്ച് അവിടുത്തെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. സകല ദുഷ്പ്രവൃത്തിയിൽ. അതാണ് കർത്താവ് പറഞ്ഞത്. ദേഹത്തെ കൊല്ലാൻ മാത്രമേ അവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കഴിയത്തുള്ളൂ. ദേഹിയെ തൊടാൻ കഴിയത്തില്ല. ദേഹിയെ തൊടാൻ കഴിയില്ല. ഇതാണ് പത്രോസിന്റെ ലേഖനത്തിലെ ആ വാക്യം നൽകുന്ന അർത്ഥം. ഇത്രയും വിശദീകരിച്ചത് ആശയക്കുഴപ്പങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാം. പക്ഷെ ഇന്ന് നമ്മൾ സമാധാന ദേശത്ത് നിർഭയമായിട്ട് കഴിയുന്നു. ഇനിയും നമുക്ക് ഏത് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ നിൽക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിന് ഇടയാകട്ടെ. ദൈവവചനം അതിന് നമുക്ക് ശക്തി നൽകട്ടെ, ബലം നൽകട്ടെ. ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നും നമ്മെ നയിക്കുന്ന ആ കാലിന് ദീപമായി, പാതയ്ക്ക് പ്രകാശമായിട്ടിരിക്കട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതിനോട് ബന്ധത്തിൽ, സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. അവിടെ മറ്റൊരാശയക്കുഴപ്പം വരാൻ സാധ്യതയുള്ള ഒരു ബന്ധം, ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയും. ആ വിഷയത്തെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ